സർ നമസ്കാരം. നമസ്കാരം. സർ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഒരു സ്റ്റുഡൻറ്റ് ബിസിനസ് ഓണറായിട്ട് തന്നെ സങ്കല്പിച്ചുകൊണ്ട് ശരിക്കും ഈ പഠനത്തിലേക്ക് കടക്കുമ്പോൾ ആ ബിസിനസ്സിൽ ഇൻട്രൊഡക്ടറി ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ അതിൽ എങ്ങനെയാണ് ഒരു കുട്ടി അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അതെ, ബിസിനസ്സിലെ ഇൻട്രൊഡക്ടറി ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ പ്രിലിമിനറി ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ ട്രാൻസാക്ഷൻ നടക്കുകയാണ്. അപ്പോൾ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ കൃത്യമായിട്ടും ആ ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ റെക്കോർഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ ആവശ്യമായി വരുന്നത്? സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് വേണം. അപ്പോൾ നമുക്ക് സാധാരണ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഏത് നടന്നു കഴിഞ്ഞാലും നമ്മുടെ ശരിക്കും മുകളിലുള്ള ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഒരു നിങ്ങളൊരു അക്കൗണ്ടന്റ് ആണ്, ഒരു ഫിനാൻസ് മാനേജർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചീഫ് അക്കൗണ്ടന്റ് ഉണ്ടെങ്കിൽ ഒരു സീനിയർ അക്കൗണ്ടന്റ് ഉണ്ടെങ്കിൽ അവർ നിങ്ങളോട് ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അവർ ചോദിക്കുന്നത് പറഞ്ഞാൽ നിങ്ങളത് എന്ത് ചെയ്തു, വൗച്ച് ചെയ്തു എന്ന് ചോദിക്കും. അപ്പോൾ വൗച്ച് ചെയ്യുക എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് ചെയ്യുന്നത്? അതിനൊരു എവിഡൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ആ വൗച്ചറിനെ ശരിക്കും ആ ഒരു ട്രാൻസാക്ഷനെ നമ്മൾ എന്ത് ചെയ്യുക, അതിനൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു എവിഡൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് വൗച്ച് ചെയ്തു എന്ന് ചോദിക്കുന്നത്. ദാറ്റ് മീൻസ് യു ഹാവ് ടു പ്രിപ്പയർ എ വൗച്ചർ. അവിടെ ഒരു വൗച്ചർ പ്രിപ്പയർ ചെയ്യണം, ഇല്ലേ? അപ്പൊ നമുക്കൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നമ്മുടെ ഒരു അക്കൗണ്ടന്റ് മനസ്സിലേക്ക് വരേണ്ടത് ആ ട്രാൻസാക്ഷന് എഗൻസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വൗച്ചർ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, വേണ്ടേ? അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ടും ഈ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ റിസീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഇല്ലേ? ആ പേയ്മെന്റ് റിസീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഓണറിൽ നിന്നും ആ ഇനിഷ്യൽ അല്ലെങ്കിൽ ഇൻട്രൊഡക്ടറി ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ റിസീവ് ചെയ്യുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഓണർക്ക് എന്ത് കൊടുക്കേണ്ടതായിട്ട് വരും? ഒരു റെസിപ്റ്റ് വൗച്ചർ ഇഷ്യൂ ചെയ്യേണ്ടതായിട്ട് വരും. എന്താ കൊടുക്കേണ്ടത്? ഫസ്റ്റില് റെസിപ്റ്റ് വൗച്ചർ ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിന്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് എന്താണ്? വൗച്ചറാണ്. അപ്പൊ എന്താ വൗച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ പറയണം എന്താണ്? അതൊരു ഡോക്യുമെന്റ് ആണ്. എന്താണ്? ഡോക്യുമെന്റ് ആണ്. അപ്പൊ ആ ഡോക്യുമെന്റ് എന്തായിട്ട് നിൽക്കുന്നു? ദാറ്റ് ഡോക്യുമെന്റ് സ്റ്റാൻഡ്സ് ആസ് ആൻ എവിഡൻസ് ഓഫ് എ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന്റെ എവിഡൻസ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് എന്ന് പറയുന്നത് വൗച്ചർ എന്ന് പറയുന്നത്. അതാണ് നിങ്ങൾ എന്തൊക്കെ പറയുന്നത്? വൗച്ചർ എന്താ? ഇപ്പൊ നമ്മൾ എന്താ ഈ ഒരു ട്രാൻസാക്ഷൻ എന്ത് വൗച്ചറാണ് നമ്മൾ ഉണ്ടാക്കിയത്? റെസിപ്റ്റ് വൗച്ചർ ഉണ്ടാക്കി, ഇല്ലേ? അപ്പൊ ആ റെസിപ്റ്റ് വൗച്ചർ അതുപോലെ തന്നെ നമ്മളൊരു സെയിൽ നടത്തുമ്പോൾ നമുക്ക് എന്താണ്? സെയിൽസ് വൗച്ചർ കിട്ടുന്നു. നമ്മളൊരു പർച്ചേസ് ചെയ്യുമ്പോൾ അത് പർച്ചേസ് വൗച്ചർ കിട്ടുന്നു, ഇല്ലേ? അപ്പോ ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള വൗച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോ ഇറ്റ്സ് എ ഡോക്യുമെന്റ്, ഇല്ലേ? അപ്പൊ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടന്നു എന്നുള്ളതിന്റെ തെളിവായിട്ടുള്ള ഡോക്യുമെന്റ് ആണ് ഡോക്യുമെന്റ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. അതാണ് വൗച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ വൗച്ചർ കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ യു വിൽ ബി ഏബിൾ ടു റെക്കോർഡ് ദ ട്രാൻസാക്ഷൻ. ഒരു വൗച്ചർ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇല്ലേ? അപ്പോൾ ഈ പ്രിലിമിനറീസ്, കാരണം ഇത് വൗച്ചർ ഉണ്ടാക്കി നിങ്ങൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷന്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യാൻ, കീപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒബ്ലിജ്ഡ് ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇതേ ഒരു സിസ്റ്റത്തിൽ നിങ്ങൾ എന്ത് ട്രാൻസാക്ഷൻ നടത്തിയാലും ദർ ഷുഡ് ബി എ കറസ്പോണ്ടിങ് വൗച്ചർ നിങ്ങൾ കീപ്പ് ചെയ്യുന്നു. നിങ്ങൾ അത് പ്രിപ്പയർ ചെയ്യുന്നു. ആ ഡോക്യുമെന്റ്സ് എല്ലാം ഫയൽ ചെയ്ത് സൂക്ഷിക്കുന്നു. ദാറ്റ് മീൻസ് യു ആർ ഡൂയിങ് ദ വർക്ക് ഓർ അക്കൗണ്ടിങ് വർക്ക് നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? ആസ് പെർ IFRS സ്റ്റാൻഡേർഡ്. IFRS എന്ന് പറയുന്നത് എന്താണ്? ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്. മനസ്സിലായോ? നൗ ഇറ്റ്സ് കോൾഡ് IAS. എന്താ? ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. എന്താ ഈ ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് നമുക്ക് എന്താണ് എൻഷുർ ചെയ്യുന്നത്? അതായത് വേൾഡ് വൈഡ് കോർപ്പറേറ്റ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനെല്ലാം എന്താണ്? there should be consistency, integrity and transparency, ഇല്ലേ? അപ്പോ ആ ട്രാൻസ്പെറൻസി, ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കണം? യു ഷുഡ് ബി ഓണസ്റ്റ്. നിങ്ങളുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എല്ലാം നിങ്ങൾ നടത്തുമ്പോൾ അതിലെന്താണ്? അക്കൗണ്ടന്റ് എന്ന നിലയ്ക്ക് നിങ്ങൾ എന്തായിരിക്കണം? ഓണസ്റ്റ് ആയിരിക്കണം. നിങ്ങളുടെ ട്രാൻസാക്ഷൻസ് എല്ലാം ട്രാൻസ്പെറന്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ആ ഒരു ഒബ്ലിഗേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? റിവീൽ ചെയ്യുന്നത്. അവിടെ ഒരു അക്കൗണ്ടന്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എന്താണ്? അങ്ങനെ ഒരു ആ പ്രൊഫഷണൽ അക്കൗണ്ടിങ് എന്ത് ചെയ്യാൻ, അതിന് ഒരു ഒബ്ലിഗേഷൻ നിങ്ങൾക്ക് ഉണ്ടാകണം. അതാണ് സ്റ്റാൻഡേർഡ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ആ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓണസ്റ്റും അതുപോലെ തന്നെ ട്രാൻസ്പെറന്റും ആയിരിക്കും നമ്മുടെ വർക്കുകളിൽ. അപ്പൊ അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ ആണ് യു ആർ കീപ്പിംഗ് ഓൾ ദ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഫോർ ഈച്ച് ആൻഡ് എവറി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ഇനി നമുക്ക് റെസിപ്റ്റിലേക്ക് കടക്കാം. നമ്മൾ റെസിപ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഇതുപോലെ റെസിപ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, പ്രിപ്പയർ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളിൽ എല്ലാവരുടെയും കമ്പ്യൂട്ടർ കാണണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇത് ശരിക്കും നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് ഇതുപോലെ മാനുവലി വരച്ചായിരുന്നാലും നിങ്ങളുടെ റെസിപ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ റെസിപ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? റെക്കോർഡായിട്ട് സൂക്ഷിക്കുക.
ഇവിടെ ഒരു റെസിപ്റ്റിന്റെ എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോ കമ്പനിയുടെ പേര് നമ്മൾ ഇതുപോലെ ഒരു റെസിപ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ കമ്പനിയുടെ പേര് കൊടുക്കുക. ഇവിടെ ഞാൻ എക്സാമ്പിൾ ആയിട്ട് ABC കമ്പനി എന്ന് കൊടുത്തു. പേയ്മെന്റ് റെസിപ്റ്റ് കൊടുക്കുക. എന്താണ് വൗച്ചർ ടൈപ്പ്, അത് പേയ്മെന്റ് റെസിപ്റ്റ് ആണ്. പേയ്മെന്റ് റെസിപ്റ്റ് കൊടുക്കുക. അത് ആരിൽ നിന്നാണ് റിസീവ് ചെയ്തിരിക്കുന്നത്, റിസീവ്ഡ് ഫ്രം മെസ്സേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കമ്പനി പേര് എഴുതുക. ഇനിയിപ്പോ നമുക്ക് ഇൻട്രൊഡക്ടറി ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഓണറിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ അവിടെ മെസ്സേഴ്സ് മാറ്റിയിട്ട് മിസ്റ്റർ സ്വാൻസോ അദ്ദേഹത്തിന്റെ പേര് വെക്കുക. ഈ നമ്പറിന്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഇയർ കൊടുത്തിട്ട് 2024 എന്ന് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 101 അല്ലെങ്കിൽ 001 ഇത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ അത് റെസിപ്റ്റ് നമ്പർ ആണ് ഡിനോട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഡേറ്റ്, കറണ്ട് ഡേറ്റ് കൊടുക്കുക. ഇതുപോലെ 17/12/2024. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ പർട്ടിക്കുലേഴ്സ്, അതായത് ഇത് എന്തിന് അഗൻസ്റ്റ് ഉള്ള പേയ്മെന്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ബീങ് ദ പേയ്മെന്റ് അഗൻസ്റ്റ് ദ ഇൻട്രൊഡക്ടറി ക്യാപിറ്റൽ എന്ന് വെക്കുക. ഇനി നമ്മൾ ശരിക്കും മറ്റേതെങ്കിലും ഇൻവോയ്സിന് അഗൻസ്റ്റ് ആണ് കിട്ടുന്നെങ്കിൽ ബീങ് ദ പേയ്മെന്റ് അഗൻസ്റ്റ് സ്വാൻസോ ഇൻവോയ്സ്, ആ നമ്പേഴ്സ്, ഇൻവോയ്സ് നമ്പറുകൾ അവിടെ കാണിച്ചു കൊടുത്താൽ മതി. ടോട്ടൽ എമൗണ്ട് എത്രയാണ് കിട്ടിയിരിക്കുന്നത്, അത് ക്യാഷ് ആണെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ക്യാഷ് എമൗണ്ട്. ഇനി അത് ശരിക്കും ചെക്ക് പേയ്മെന്റോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ പേയ്മെന്റോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ബാങ്കിലെ ചെക്ക് ആണ്, അപ്പോൾ അത് ഇവിടെ ഞാൻ എക്സാമ്പിൾ റാക്ക് ബാങ്ക് കൊടുത്തിരിക്കുന്നു. ഇനി ആ റാക്ക് ബാങ്കിൽ നിന്നാണ് ഇതൊരു ട്രാൻസ്ഫർ പേയ്മെന്റ് ആണ്. അപ്പൊ അവരുടെ റാക്ക് ബാങ്കിൽ നിന്നാണ് ഈ പേയ്മെന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ട്രാൻസ്ഫർ പേയ്മെന്റ്, ബാങ്ക് ടു ബാങ്ക് ട്രാൻസ്ഫർ പേയ്മെന്റ് നമ്മൾ കാണിക്കുന്നു. ദെൻ അതിന്റെ എമൗണ്ട് നമ്മൾ കാണിക്കുന്നു, ടോട്ടൽ എമൗണ്ട് കാണിച്ചു, വേർഡ്സിൽ നമ്മൾ ആ എമൗണ്ട് കാണിക്കുന്നു. ഇനി അതിന് താഴെ ഈ എമൗണ്ട് റിസീവ് ചെയ്തിരിക്കുന്ന ആരാണ്, അവർ ഇനിഷ്യൽ ചെയ്യുന്നു, റിസീവ്ഡ് ബൈ സ്വാൻസോ ഓൺ ബിഹാഫ് ഓഫ് ദ കമ്പനി. ദെൻ അത് കഴിഞ്ഞിട്ട് അത് വെരിഫൈഡ് ബൈ, ചിലപ്പോ റെസീവ്സ് വൗച്ചേഴ്സ് എല്ലാം ഒരു കമ്പനിയുടെ പോളിസി ആൻഡ് പ്രൊസീജിയർ അനുസരിച്ച് എല്ലാ വൗച്ചേഴ്സും എന്ത് ചെയ്തിരിക്കണം, അവരുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അത് വെരിഫൈ ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ ഫിനാൻസ് മാനേജർ അവർ എന്ത് ചെയ്യണം, അപ്രൂവ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അവിടെ നമുക്ക് വേണമെങ്കിൽ അപ്രൂവ്ഡ് ബൈയും അതുപോലെ വെരിഫൈഡ് ബൈയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇതാണ് അതിന്റെ ആ റെസിപ്റ്റ് വൗച്ചർ. അപ്പൊ ഈ റെസിപ്റ്റ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് ഉണ്ടാക്കുകയും അത് റെക്കോർഡായി സൂക്ഷിക്കുകയും ചെയ്യുക. ഇതാണ് ഈ റെസിപ്റ്റ് വൗച്ചർ ഡോക്യുമെന്റ് ആയി, വൗച്ചറായി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇത് എങ്ങനെ റെക്കോർഡ് ചെയ്യാം എന്നുള്ളതാണ് പഠിക്കുന്നത്. ഇപ്പൊ റെസിപ്റ്റ് വൗച്ചർ ഉണ്ടാക്കാൻ പഠിച്ചല്ലോ. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ ശരിക്കും ഇത് കമ്പ്യൂട്ടറിലല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലൊരു വൗച്ചർ ശരിക്കും പേപ്പർ എടുത്ത് വരച്ച് റെഡിയാക്കി ഇതുപോലെ വൗച്ചർ ഉണ്ടാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, കയ്യിൽ സൂക്ഷിക്കുക. അപ്പോൾ റെസിപ്റ്റ് വൗച്ചർ ഉണ്ടാക്കാനുള്ള ഒരു പാറ്റേൺ മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൗച്ചർ നമ്മുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞു. ഈ റെസിപ്റ്റ് പ്രിന്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ റെസിപ്റ്റിന്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് എന്നോണം ചെക്ക് പേയ്മെന്റ് ആണെങ്കിൽ ആ ചെക്കിന്റെ കോപ്പി, ബാങ്ക് ട്രാൻസ്ഫർ ആണെന്നുണ്ടെങ്കിൽ ആ ട്രാൻസ്ഫർ അഡ്വൈസിന്റെ ഒരു കോപ്പി കൂടി ഇതിൽ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുക. അത് ദാറ്റ് ഇസ് ഇറ്റ് ഷുഡ് ബി എ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഫോർ ദിസ് വൗച്ചർ. ഈ വൗച്ചറിന്റെ ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആണ്. ദെൻ ഇറ്റ് ഷുഡ് ബി വെൽ ആൻഡ് ഗുഡ്.